ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആ ഒരു സ്പോൺസേഡ് ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ടാസ്ക് പ്രകാരം ഏറ്റവും ആദ്യം പോയി TV കാണിക്കുന്ന ആ ഒരു ഇമേജിനനുസരിച്ചിട്ടുള്ള ബ്ലോക്കിൽ പോയി നിൽക്കണം എന്നുള്ളതാണ് ടാസ്ക്. അപ്പൊ അനീഷ് പോയി കറക്റ്റായിട്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അനീഷ് അവിടെ പോയി ഇരുന്നതിന് ശേഷമാണ് ജിഷൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ജിഷൻ ചവിട്ടുന്നുണ്ട് കേട്ടോ, അനീഷിനിട്ട് ചവിട്ടുന്നുണ്ട്. അത് വ്യക്തമായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. ജിഷൻ അനീഷിനെ ചവിട്ടുന്നുണ്ട്. അല്ലാതെ അനീഷ് അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ തള്ളി മാറ്റാനായിട്ട് മാത്രമാണ് ശ്രമിച്ചത്. കാലെ പിടിച്ച് തള്ളി മാറ്റാനായിട്ട് നോക്കിയത്. ജിഷൻ അപ്പൊ ചവിട്ടുന്നുണ്ട്. എന്നിട്ട് എണീറ്റിട്ട് ജസ്റ്റ് മാറ്റി ഷാനവാസ് രണ്ടുപേരെയും പിടിച്ച് മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് ജിഷൻ കൈ ചൂണ്ടിയിട്ട് ഒരുമാതിരി ഗുണ്ടകള് പെരുമാറുന്ന പോലെ ദേഹത്തോട്ട് കളിച്ചാറുണ്ടല്ലോ, ചവിട്ടിക്കൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ആക്ട് കാണിക്കുന്നുണ്ട് അവിടെ. ഒരുമാതിരി 150 രൂപയുടെ അഭിനയം അത് കാണിക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയുന്നുണ്ട്. ഇതിനകത്ത് തീർച്ചയായിട്ടും അനീഷിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. അത് അല്ലാതെ ഒന്നും പറയാനില്ല. അനീഷ് അവിടെ പോയി കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ പോയി ഇരുന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് ജിഷിൻ വന്നത്. അതിപ്പോ ജിഷിൻ എത്ര ഷോ കാണിച്ചെന്ന് പറഞ്ഞാലും അത് തന്നെയാണ് സത്യം. അനീഷ് അവിടെ ജിഷിന്റെ മേത്തോട്ട് കളിച്ചിട്ടില്ല. ജിഷിനാണ് കാലെടുത്ത് വെച്ച് ചവിട്ടിയത് അനീഷിനെ. അതും വ്യക്തമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ജിഷിന്റെ ഫേസ് പുറത്തു വന്നു കേട്ടോ. ഈ ഒരു ഫിസിക്കൽ അഗ്രഷൻ ആണ് ജിഷിന്റെ ഫേസ് എന്നുണ്ടെങ്കിൽ അധികം ദിവസം തുടരില്ല എന്നാണ് എനിക്ക് ഫീൽ. ഫിസിക്കൽ അഗ്രഷൻ കാണിച്ച് തന്നെ ആ വഴി തന്നെ അങ്ങനെ അങ്ങ് പുറത്താവാനായിട്ടുള്ള സാധ്യതകളാണ് കാണുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട്